ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഈ ദിവസത്തിലെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു 5 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ബീഫൊക്കെ വാങ്ങിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയി എല്ലാ സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് കയറിയേക്കാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടൊക്കെയാണ് ആ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പക്ഷേ ഇന്ന് ആ പതിവുകളൊക്കെ തെറ്റിച്ചും കൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പെട്ടെന്ന് തന്നെ വന്നിട്ട് അതിന് ശേഷം സമാധാനത്തോട് ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അതാ പായസം ഇവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടപ്രഥമനാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയൊക്കെ മെൽറ്റ് ചെയ്ത് അതിലേക്ക് പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് അവിടെ കുക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ബീഫ് കറി മറ്റുള്ള മസാലകളൊക്കെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് മസാലകളും കൂടി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതുകൂടി ഒന്ന് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വലിയ പീസാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ കൂടി ചേർത്ത് അതൊന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ ജോലികൾ പെട്ടെന്ന് തീർക്കണം. അപ്പോൾ കുട്ടികളുടെ സന്തോഷങ്ങൾ എന്താണോ അതാണല്ലേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളും ഹാപ്പിയാവും, അവരും ഹാപ്പിയാവും. അപ്പോൾ ഇത് മറിയ ഉണ്ടാക്കി കൊണ്ടുവന്ന ഒരു ടോയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് കിച്ചണിൽ വെച്ച് അപ്പോൾ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അത്. പിന്നെ ഈ വീഡിയോ മറിയമ്മിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് മാസങ്ങളായി. അപ്പോൾ ഇതെന്തായാലും ഈ വീഡിയോ ഇപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ ശരിയാകൂലെന്ന് വിചാരിച്ചു. കാരണം ഈ വീഡിയോ എനിക്ക് അപ്ലോഡ് ആക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ അന്ന് വളരെ കഷ്ടപ്പെട്ടൊക്കെ എടുത്തു വെച്ചതല്ല. അപ്പോൾ ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് അതൊന്ന് ഇടാമെന്ന് വിചാരിച്ചപ്പോൾ ബർത്ത്ഡേ കുട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ദിവസത്തിൽ ഞാൻ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് ഹണിയാണ് കൊടുക്കുക. 1 ടീസ്പൂൺ വെച്ച് കട്ട് ചെയ്ത. വെരി ഗുഡ്. ഇപ്പോൾ ഇതാ ഹണിയൊക്കെ കഴിച്ചതിന് ശേഷം മറിയമ്മിന് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് പുഡിങ്ങാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിപ്പോൾ കഴിക്കുകയാണ്. നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടത്തോടു കൂടിയിട്ട് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇതിപ്പോൾ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമാണ് ഇന്നത്തെ ദിവസത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ നല്ല ചൂടുള്ള ചായയൊക്കെ കുടിച്ചിട്ട് വേണം അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ഒബ്രോൺ മാളിൽ വെച്ചിട്ടായിരുന്നു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ച് പുറത്തുനിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഗെയിംസിലൊക്കെ കയറ്റി ആണ് നല്ല ഹാപ്പിയായി നന്നായിട്ട് ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ആ വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇടാൻ പറ്റിയില്ല. ഇതുവരേക്കും ബർത്ത്ഡേയുടെ ഒരു ബ്ലോഗായിട്ട് ഇതുവരേക്കും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇപ്രാവശ്യവും ഇതുപോലെ തന്നെ ബർത്ത്ഡേക്ക് എടുത്ത് വെച്ച് അപ്പോൾ അതും ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ആ വീഡിയോ കണ്ടപ്പോഴെന്തായാലും അത് ഇടാതിരിക്കാനായിട്ട് ഒട്ടും തോന്നില്ല. പല പ്രാവശ്യം ആലോചിച്ച് ഇത്രയും ലേറ്റ് ആയില്ലേ ഇനിയിപ്പോൾ അത് ഇടാന്ന്. പക്ഷേ അതൊരു മെമ്മറീസ് ആയിട്ട് അവിടെ എടുക്കുമല്ലോ. അപ്പോൾ നമ്മൾക്കും കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കും കാണുമ്പോഴൊരു നല്ല സന്തോഷമാണല്ലോ. ചെറുപ്പത്തിൽ അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുത്തിരുന്നത്, എങ്ങനെയൊക്കെയാണ് അവരുടെ ആ ദിവസങ്ങൾ എൻജോയ് ചെയ്തിരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അത് ഈ വീഡിയോ ഇട്ടാലല്ലേ അത് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അതവിടെ എടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ അതാ ഇന്ന് ഇപ്പോൾ ഇവിടെ ബീഫ് മന്തിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുക്കിങ്ങൊക്കെ ഏകദേശം കഴിയാറായി. ഇനിയിപ്പോൾ ബീഫ് മസാല മാത്രം, മന്തി മസാല മാത്രമാണ് ഇനിയിപ്പോൾ റെഡിയാക്കാനുള്ളത്. ഇത് ഇവിടെ അതുപോലെ തന്നെ നാസ്തക്കുള്ള ഇടിയപ്പവും
ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണി ഒക്കെ ആവുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും ഒരുവിധം ജോലികളൊക്കെ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ഇനിയിപ്പോൾ എന്താണ് മറിയം എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ എന്താണ് എല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സൊക്കെ കൊണ്ടു കൊടുക്കണം. അതുപോലെ തന്നെ നെയ്ബേഴ്സിനൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ കേക്ക് ഒന്നും കാണിച്ചിട്ടില്ല, അതൊരു സർപ്രൈസായിട്ട് അവിടെ മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, സ്വീറ്റ്സും പിസ്താച്ചും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ കേക്ക് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം തന്നെ കട്ട് ചെയ്ത് ഇപ്പം തന്നെ കൊണ്ടു കൊടുക്കാനായിട്ട് എന്നിപ്പോൾ ഞാനും എന്തായാലും കൂടെ പോകേണ്ടി വരും. അപ്പോൾ എന്തായാലും ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വിചാരിച്ചത് കാണിച്ചിട്ടില്ല. അപ്പോൾ അതൊരു കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചേക്കാണ്. ഇപ്പോൾ ബീഫ് മന്തിയുടെ റെസിപ്പി ഒന്നും കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല. കാരണം എൻ്റെ മന്തി റൈസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള മന്തി തന്നെ കേട്ടോ നമ്മൾക്ക് ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ കിട്ടുന്നത്. നല്ലത് ഇതുപോലെ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മന്തിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഹഫ്സാസ് വേൾഡ് മന്തി ബീഫ് മന്തി എന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേകിച്ച് നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എൻ്റെ മന്തി കഴിച്ചവരൊക്കെ അതൊരു ഇത് പറയണതല്ല കേട്ടോ, അതൊക്കെ നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ മന്തി കഴിക്കുമ്പോൾ മോനും ചോദിക്കേണ്ടത് ഇത് ആരാ വെച്ചത്, മോളാണോ വെച്ചത് ഞാനാണോ വെച്ചതെന്നുള്ളതിലാണ് ആ ചോദിച്ചത്. അപ്പോൾ എന്താണ് അപ്പോൾ ഭയങ്കര ടേസ്റ്റായി. അവനക്ക് കുറേ നാളായി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ വന്നിട്ടൊക്കെ ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ എന്തായാലും മോനും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് ബീഫ് മന്തി. അപ്പോൾ അതന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതായിപ്പോൾ നൈബർ എൻ്റെ അടുത്ത് തന്നെ ബെറ്റി ടീച്ചർ എനിക്ക് കുറേ കറി ലീവ്സ് കേട്ടോ കൊടുത്തയച്ചത്. കറി ലീവ്സ് ഒന്നും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറില്ല, എനിക്ക് ഓർമ്മയേ ഇല്ല എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചോന്നും. എനിക്കിഷ്ടമല്ല അങ്ങനെ. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വീട്ടിലുള്ള കറി ലീവ്സ് എടുക്കാൻ മാത്രമാണ് ഇഷ്ടം. അതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ കറിയിലിടൂല, അത്രയും ഞാൻ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാറില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടിങ്ങനെ വിഷമടിച്ച് കൂടുതൽ വരുന്നത് കറി ലീവ്സിലാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടതിന് ശേഷം ഒട്ടും തന്നെ ഷോപ്പിൽ നിന്ന് അല്ലെങ്കിൽ വാങ്ങിക്കാറില്ല, പിന്നെ തീർന്നാൽ തന്നെ വാങ്ങിക്കണം എന്നുള്ളൊരു ഇഷ്ടമില്ല. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേയാണ്. അപ്പോൾ ജൂൺ 1 എൻ്റെ ബർത്ത്ഡേ. ഇപ്പോൾ ഞാൻ കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനെ സ്വീറ്റ്സ് കൊടുക്കാൻ പോകും. ഒരേ എൻ്റെ സ്വീറ്റ്സ് ആണ് ഇതിൻ്റെ സ്വീറ്റ്സ്. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കണ്ടേ എൻ്റെ ബർത്ത്ഡേക്ക്. പക്ഷെ സ്കൂൾ തുറന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലത്തെ നെയ്ബേഴ്സിന് കൊടുക്കാം. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പോൾ അതാ കുറച്ച് സ്വീറ്റ്സ് കൊണ്ട് മറിയ ഇപ്പോൾ പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടെ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ തൊട്ടടുത്ത വീടുകളിൽ മാത്രം ഇപ്പോൾ കൊണ്ടു കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് ബാക്കി ഉമ്മയും കൂടി വന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കൊണ്ടു കൊടുത്ത് അപ്പം തന്നെ നമുക്ക് പോവുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടപ്പോൾ അങ്ങനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്തിയൊക്കെയാണ്. അപ്പോൾ കുറച്ച് സ്വീറ്റ്സൊക്കെ അടുത്തേക്ക് കൊണ്ടുവന്ന് ഓടിയിട്ട് അതൊക്കെ കൊണ്ടു കൊടുക്കാനായിട്ട് ഇവിടെ കുറച്ച് മോൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം ആ വഴിക്ക് പോയേക്കാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ കൊടുത്തിട്ട് വെച്ചാൽ അവർ സന്തോഷങ്ങളല്ല. അപ്പോൾ അത് കാണുമ്പോഴും നമ്മൾക്കും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ബേർഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം തന്നെ കേട്ടോ ഇങ്ങനെയുള്ള ദിവസങ്ങൾ ആഘോഷിക്കാറുള്ളൂ. അപ്പോൾ അതൊന്നും ഇതുവരേക്കും മക്കളുടെ എല്ലാവരുടെയും ബേർഡേക്കും ആദ്യം തന്നെ അതിനാണ് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ആഘോഷിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളുടെ ആഘോഷങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം. എന്നാൽ തന്നെ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് നമുക്ക് മനസ്സിനൊരു സന്തോഷവും സമാധാനവും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതാ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബീഫ് മന്തിയും ഇവിടെ സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു സ്മോക്കി ഫ്ലെയിം കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്തി ഇവിടെ സെറ്റായിട്ടാണ്. അപ്പോൾ ബീഫ് മന്തിയും അതിൻ്റെ സൈഡ് ഡിഷായിട്ടുള്ള ഒരു ചപ്പമന്തിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ജോലികളും അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ്
കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആകുമ്പോൾ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർഡ് ആക്കി വെക്കുന്നതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒന്നും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും മറിയമ്മിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് പുഡിംഗ് ആണ് പറഞ്ഞിരുന്നത്. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് ഇപ്രാവശ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് നല്ല സന്തോഷമായി, നല്ല ഹാപ്പിയായി, നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഒന്നും ഞാനിവിടെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കൂടുതൽ ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഇട്ടാൽ നമുക്ക് തന്നെ പിസ്താഷ്യൂ കുനാഫ ചോക്ലേറ്റ് പുഡിങ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കഴിച്ച്. ഇനിയിപ്പോൾ ദാ വേറൊരു സർപ്രൈസ് ആയിരുന്നു കേക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, മേടിച്ചതും വെച്ചതും ഒന്നും കണ്ടിട്ടുണ്ടായില്ല. അത് ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്നാണ് ഇപ്പോൾ കേക്ക് നമുക്ക് തന്നത്. അപ്പോൾ അത് കാണാതെ വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ആ പെട്ടെന്ന് തന്നെ അത് കട്ട് ചെയ്ത് ആ സമയത്ത് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ കുക്കിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കട്ട് ചെയ്ത് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കുറച്ച് കേക്കൊക്കെ ആയിട്ട് നമ്മളൊക്കെ ഏറ്റവും കഴിക്കുന്നത്. കേറ്റിനും മറിയമ്മിൻ്റെ ബർത്ത്ഡേ കേക്ക് കൊടുത്ത് അവരും നല്ല ഹാപ്പി. കേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ ഓറിയോക്ക്. അപ്പോൾ ഇവിടെ ഫുഡും ഒക്കെ റെഡി ആയിട്ടുണ്ട്. കേക്ക് കട്ടിങ്ങും കഴിക്കലും ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കലാണ്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം മറിയമ്മിനെയും കൊണ്ട് ഇത്താടെ വീട്ടിലേക്ക് പോകും. അവിടെ 2 മക്കളുണ്ട്. അപ്പോൾ മറിയമ്മിൻ്റെ ഒക്കെ ഏകദേശം അവർ ഒരേ ഏജുകാരാണ്. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് കളിക്കണം, അവിടേക്ക് പോകണം. അതാണ് ഇന്നത്തെ ഡിമാൻഡ്. അപ്പോൾ എന്തായാലും അവിടേക്ക് പോയി ആ ഒരു സന്തോഷം അവർക്ക് കുറച്ച് സ്വീറ്റ്സും ഒക്കെ കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ആ കുട്ടികളുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് പോകാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊന്ന് കിച്ചണൊക്കെ ഒന്ന് നീറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ തന്നെ ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം 10 ഈവനിങ്ങിലാണ് പോകും. അപ്പോൾ അതാ ഞങ്ങളിപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മന്തിയൊക്കെ ആണ്, നല്ല ടേസ്റ്റാണ് എന്ന് മോനിപ്പോൾ പറയുന്നത്. ഭയങ്കര ഇഷ്ടമായി. ബീഫ് മന്തി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി. ഇപ്പോൾ ഇതാ 1 ഗ്രാം ബിരിയാണി മതി എന്നാണ് ഇപ്പോൾ പറയുന്നത്. കാരണം കേക്ക് കഴിച്ച് കുനാഫ പുഡിംഗ് ചോക്ലേറ്റ് കഴിച്ചില്ല. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്ക് നല്ല വിശപ്പൊന്നും ഉണ്ടാകൂല. അപ്പോൾ പേരിനൊന്ന് കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ 1 ഗ്രാം കൊടുക്കാനാണ് പറഞ്ഞപ്പോൾ 1 ഗ്രാം എങ്ങനെ മെഷർ ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങളിനിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ അടപ്രഥമൻ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിട്ട് എല്ലാം നല്ല ടേസ്റ്റായിട്ട് തന്നെ എല്ലാം കിട്ടുന്നത്. അപ്പോൾ നമ്മളൊരു ഓരോ ഇൻഗ്രീഡിയൻസും അത് കറക്റ്റായിട്ട് ചെയ്ത് അത് കറക്റ്റായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു പാചകം ഒരു കലയാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു രുചി ഒന്ന് വേറെ തന്നെയാണല്ലേ. അപ്പോൾ ഇനി ഞങ്ങൾ പായസമൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് കുറച്ച് പായസവും സ്വീറ്റ്സും ഒക്കെ ഒന്ന് ഇനി എല്ലാവർക്കും ഒന്ന് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ദിവസത്തിലെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറിയമ്മിനൊന്ന് വിഷ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ, താങ്ക് യു. ഇനിയിപ്പോൾ ബാക്കിയുള്ള സീഡ്സും എല്ലാം കൊണ്ട് ഇപ്പോൾ പായസമൊക്കെ എടുത്ത് എൻ്റെ അടുത്ത് കൂടെ കൊടുക്കാൻ വേണ്ടി വരാം. ഭയങ്കര ഇൻട്രസ്റ്റിന് ഇങ്ങനെ കൊണ്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഇപ്പോൾ ഞങ്ങൾ പോയി വരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഓക്കെ, അസ്സലാമു അലൈക്കും.